പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചതിയനായ ആ അബിയെ കണ്ടുപിടിച്ച നവ്യ ജ്വല്ലറിയിൽ വെച്ച് അവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരി വഴി DNA റിപ്പോർട്ടിൽ ശരിക്കുമുള്ള സത്യം നവ്യ അറിഞ്ഞു കഴിഞ്ഞു. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല, മറിച്ച് അബിയാണ് എന്ന സത്യം നവ്യ തിരിച്ചറിഞ്ഞു. സത്യം മനസ്സിലാക്കിയ അന്നു മുതൽ നവ്യയുടെ കളി തുടങ്ങുകയാണ്. അബിയും ജ്വല്ലറിയും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കിയ നവ്യ രണ്ടുപേർക്കും കൂടിയിട്ടാണ് പണി കൊടുക്കുന്നത്. അബി ഇരിക്കുന്ന ക്യാബിൽ തന്നെ നവ്യ കള്ളക്കടത്ത് സ്വർണം എത്തിക്കുന്നു. എന്നിട്ട് ഒരു അജ്ഞാതനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. തൻ്റെ സുഹൃത്തു വഴി നന്ദുവിനെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു കൊടുക്കും. അങ്ങനെ നന്ദു ജ്വല്ലറിയിൽ വെച്ച് അബിയെ കൈയോട് കൂടെ തന്നെ പൊക്കി അറസ്റ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അബിക്കുള്ള ബാക്കി പണി ഇനി വഴിയേ വരും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തരണം കേട്ടോ. തൻ്റെ കൂട്ടുകാരിൽ നിന്നും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ നവ്യ അബിയെ ഓരോ വട്ടം കാണുമ്പോഴേക്കും നവ്യക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. എങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി നവ്യ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഡ്രസ്സ് മാറുന്ന അബിയെ കാണാം. നവ്യയെ കണ്ടപ്പോൾ അബി ചോദിച്ചു, നവ്യേ ഇതെങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, നീ ഓഫീസിൽ പോകുന്നില്ലേ? സമയം എത്രയായെന്ന് നോക്കിക്കേ, നവ്യ പുച്ഛത്തോടെ പറഞ്ഞു. അല്ല അബി, ഞാൻ നീ റെഡിയാവുന്നത് കാണുന്നുണ്ട്. ഇതിപ്പോൾ റെഡിയാവാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായല്ലോ. എന്താ നിനക്ക് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തത്? ഈ ജോലി തന്നെ എങ്ങനെയൊക്കെയോ കിട്ടിയതാണെന്നറിയാലോ, എന്നിട്ടും നീ എന്താ ഇങ്ങനെ ഉഴപ്പുന്നത്? അബിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. നീ ഇപ്പോൾ തർക്കിക്കാൻ വന്നതാണോ? നവ്യ വിട്ടുകൊടുത്തില്ല. തർക്കിക്കാനല്ല, നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ കൃത്യസമയത്തിന് കമ്പനിയിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ അവർക്ക് നമ്മളോട് പുച്ഛം തോന്നും. ശരി ശരി, നീ ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ മനുഷ്യരുടെ സമയം കളയാനെന്നൊക്കെ പറഞ്ഞ് അബി ദേഷ്യപ്പെട്ടു. അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, മോനെ നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട, നിനക്കുള്ള പണി ഞാൻ വഴിയെ തരുന്നുണ്ട് എന്ന്. ആ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് നീലിമ എന്ന പേരിൽ ഒരു കോള് വരുന്നത്. നവ്യ ഉടനെ ചോദിച്ചു, ആരായി നീലിമ? അബി വിക്കിക്കൊണ്ട് പറഞ്ഞു, അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. നവ്യ വിട്ടുകൊടുത്തില്ല. വേണ്ടപ്പെട്ട ആളോ? അതാരാണെന്ന് ഞാനും കൂടി അറിയണമല്ലോ. അത്രക്ക് വേണ്ടപ്പെട്ട ആളാണോ? അബിക്ക് ദേഷ്യം വന്നു. എൻ്റെ ഫോണിലേക്ക് ആര് വിളിച്ചാൽ നിനക്കെന്താ? മറ്റൊരാളുടെ ഫോൺ അയാളുടെ പ്രൈവസിയാ, അതിൽ കയറിയിട്ട് നീ കൈ കടത്തരുത്. നവ്യ തറപ്പിച്ചു പറഞ്ഞു. മറ്റൊരാളുടെ കാര്യത്തിൽ അത് ശരിയായിരിക്കാം, പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു പ്രൈവസി തരാനൊന്നും പറ്റില്ല അബി. ആ ഫോൺ ഇങ്ങ് തന്നെ. അബി പേടിച്ചു. അയ്യോ അതെടുക്കലേ, ഞാൻ പറയാം ആരാണെന്ന്. അത് ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഓഹോ, അപ്പോൾ നീലിമ അവിടുത്തെ സ്റ്റാഫാണല്ലേ? അവൾക്ക് എന്താ അവിടെ ജോലിയെന്ന് നവ്യ ചോദിച്ചപ്പോൾ അവൾ ഒരു ആവശ്യങ്ങൾക്കായി ഫയലുമായിട്ട് വരും, അപ്പോൾ കാണാറുണ്ട് എന്ന് അബി ഒപ്പിച്ചു പറഞ്ഞു. ഭീഷണിപ്പെടുത്തി, നീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകില്ല. മുത്തശ്ശൻ തരുന്ന നക്കാപ്പിച്ചയുമായിട്ട് ഇവിടെ തന്നെ ജീവിക്കും. അപ്പോൾ നമ്മുടെ കാര്യം കഷ്ടത്തിലാവുമെന്ന് പറയും. നവ്യ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ജീവിച്ചോ, പക്ഷേ എൻ്റെ മോനെ ഇതിലേക്ക് വലിച്ചേക്കണ്ട. നീ പോയിക്കോ, ആ നീലയുമായിട്ടുള്ള ഇടപാട് ഞാൻ നോക്കിക്കൊള്ളാമെന്നിങ്ങനെ നവ്യ മനസ്സിൽ പറഞ്ഞു. നവ്യ പുറത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അബി ആദർശിനെ പോലെ തന്നെ കോട്ടും ബാഗുമായി താഴേക്ക് ഇറങ്ങി. താഴെ ജലജ ടിഫിനുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു. അബി ഇറങ്ങിയോ? ദാ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബിക്കത് വേണ്ടായിരുന്നു. അമ്മ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? ജലജ നിർബന്ധിച്ചു. എടാ, 2 ദിവസമായി നീ പുറത്തു നിന്നല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോഴാണ് ദേവയാനി വരുന്നത്. ഇവന് ചിക്കനും ബീഫും ഇല്ലാത്ത ഭക്ഷണം ഇറങ്ങില്ലല്ലോ. വ്രതമെടുക്കുന്ന സമയത്ത് പോലും അതൊക്കെ തെറ്റിച്ച് പുറത്തു പോയി കഴിച്ചവനല്ലേ ഇവൻ. ജലജ ചേർത്തു. ഏട്ടത്തി, അവൻ ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ദേവയാനി വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. മൂർത്തി ജ്വല്ലറി തകർക്കാൻ പോകുന്ന അവൻ അവിടെ എന്ത് സമ്പാദിക്കാനാണെന്ന് എനിക്കൊന്ന് കാണണം. ജലജ സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ മോൻ നശിച്ചു പോവാനായിരിക്കും ഏട്ടത്തി ആഗ്രഹിക്കുന്നത്. ദേവയാനി ദേഷ്യപ്പെട്ടപ്പോൾ നവ്യ ഇടപെട്ടു. അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നത് തടയാൻ നോക്കുന്നവരാരും ഇവിടെ വിലപ്പോവില്ല. അവൻ ജോലിക്ക് പോയിരിക്കും. അബിക്ക് ടിഫിൻ എടുത്തു കൊടുക്കുമ്പോൾ നവ്യ മനസ്സിലിങ്ങനെ കരുതി, ഈ ഭക്ഷണം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ അതിൽ ഞാൻ കുറച്ച് വിഷം കലർത്തി കൊടുത്തേനേ എന്ന്. അബി പോയപ്പോൾ ദേവയാനി നവ്യയോട് ചോദിച്ചു, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? മൂർത്തി ജ്വല്ലറിയോടൊപ്പം നിന്നിട്ട് അവരെ ചതിക്കാൻ പോകുന്ന അവനെ ഒരുക്കിവിട്ടത് ശരിയാണോ? നവ്യ പരുഷമായി തന്നെ പറഞ്ഞു. അമ്മായി, അവൻ നന്നാവാണെങ്കിൽ നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അത് അവൻ്റെ വിധി. അവന് കിട്ടേണ്ടത് വഴിയെ കിട്ടിക്കോളും. ഇത് കേട്ട് ദേവയാനി ആകെ കൺഫ്യൂസ്ഡായി നിന്നു. നവ്യ മുകളിലേക്ക് പോയി കുഞ്ഞിനൊപ്പം ഇരിക്കുന്ന സമയത്തിന് ചന്തുമോൾ അങ്ങോട്ടേക്ക് വന്നു. ചെറിയമ്മയെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് ചന്തുമോൾ അവിടെ നിന്ന് തിരിച്ചു പോവാൻ നോക്കി. പക്ഷേ നവ്യ സ്നേഹത്തോടു കൂടി അവളെ വിളിച്ചു. എന്തിനാ മോളെ നീ പേടിക്കുന്നത്? ഞാനെന്താ നിന്നെ വേദനിപ്പിക്കുവോ? കുഞ്ഞാവക്ക് കളിക്കാൻ കളിപ്പാട്ടം ഒന്നും കൊണ്ടുവന്നില്ലേ? ചന്തുമോൾ അത്ഭുതപ്പെട്ടു. ചെറിയമ്മ കുഞ്ഞിനെ കളിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞത്? നവ്യ ചിരിച്ചു.
അതൊക്കെ പണ്ട്, ഇനി മുതൽ നിനക്ക് ഇവൻ്റെ കൂടെ കളിക്കാം. ചന്തുമോൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവർ തമ്മിലുള്ള സ്നേഹം കണ്ട് നവ്യ ഓർത്തു, ഇവൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, സ്വന്തം ചോര. ഇത് കണ്ടുവന്ന ദേവയാനി ചന്തുമോളെ പിടിച്ചു മാറ്റി. ചന്തുമോളെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നവ്യ പറഞ്ഞു. കുട്ടികളല്ലേ അമ്മായി, ഞാൻ എന്തിനാ വെറുതെ വിദ്വേഷം വെക്കുന്നത്? നവ്യയുടെ മാറ്റം ദേവയാനി ശരിക്കും അങ്ങ് അത്ഭുതപ്പെടുത്തി. പിന്നീട് കാണിക്കുന്ന നവ്യ തൻ്റെ സുഹൃത്തിനെ കാണാണ്. അവൾ ഒരു ചെറിയ ബാഗ് നവ്യയെ ഏൽപ്പിച്ചു. ഇതിൽ സ്വർണ്ണമുണ്ട് നവ്യെ, പോലീസിനെ വെട്ടിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പാടുപെട്ടു. നവ്യ പറയുന്നുണ്ട്. ഇന്ന് ആ ചതിയുടെ കഷ്ടകാലം തുടങ്ങും. അവൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ശിക്ഷ ഞാൻ അവന് വാങ്ങിച്ചു കൊടുക്കും. കൂട്ടുകാർ ചോദിച്ചു, നീ ഇത് അനിയത്തിമാരോട് പറയുന്നില്ലേ എന്ന്. നവ്യ പറഞ്ഞു, ഇല്ല, അവർ സത്യസന്ധരാണ്. ചതിക്കൊരിക്കലും അവർ കൂട്ടുനിൽക്കില്ല. പക്ഷേ അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും. നവ്യ നേരെ ജ്വല്ലറിയിലെ ഡേവിഡിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അവിടെ മാളവികയുണ്ടായിരുന്നു. കുശലാന്വേഷണത്തിന് ശേഷം നവ്യ നേരെ അബിയുടെ മുറിയിലേക്ക് ചെന്നു. ഡോർ തുറന്നപ്പോൾ അബി നീലിമയുമായി ചേർന്ന് നിൽക്കുന്നത് കണ്ട് നവ്യ അങ്ങ് പൊട്ടിത്തെറിച്ചു. ആരടി നീ? നീലിമയോട് ദേഷ്യപ്പെട്ടപ്പോൾ അബി തടയാൻ നോക്കി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഒന്ന് മുട്ടിയിട്ടൊക്കെ വന്നൂടെ എന്ന് ചോദിക്കും. നവ്യ പറയുന്നിട്ട്, നീ മാനേജറായതിന് കാരണക്കാരി ഞാൻ മാത്രമാണെന്ന കാര്യം നീ മറക്കണ്ട. നീലിമയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ നവ്യ അബിയുമായി വഴക്കിട്ടു. എന്നിട്ട് അവൻ്റെ ഷർട്ടിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ദ്രാവകം ഒഴിച്ച് അത് കഴുകാൻ അവനെ വാഷ്റൂമിലേക്ക് വിട്ടു. ആ സമയം നോക്കി അബിയുടെ ഷെൽഫിൽ നവ്യ കള്ളക്കടത്ത് സ്വർണമെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ നവ്യ കൂട്ടുകാരി വഴി നന്ദുവിനെ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഈ ഒരു വിവരം പറഞ്ഞു. നന്ദുവിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവൾ ഉടനെ തന്നെ പോലീസുമായി ജ്വല്ലറിയിലേക്ക് എത്തി. ഡേവിഡ് തടയാൻ നോക്കിയെങ്കിലും നന്ദു വഴങ്ങിയില്ല. ക്യാബിൻ പരിശോധിച്ചപ്പോൾ സ്വർണം കണ്ടെടുത്തു. നന്ദു എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അബിയെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. മൂർത്തീസ് ജ്വല്ലറിയെ വഞ്ചിച്ചിട്ട് പോരാത്തതിന് ഇവിടെ നീ തുടങ്ങിയല്ലേ നിന്റെ ഈ കള്ളക്കടത്തൊക്കെ? അബി കരഞ്ഞു പറഞ്ഞിട്ടും നന്ദു അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ഐജിയുടെ വിളി വന്നപ്പോൾ നന്ദു നിയമപരമായി തന്നെ സംസാരിച്ച് അബിയെ അറസ്റ്റ് ചെയ്യാൻ അനുവാദം വാങ്ങിച്ചു. പത്രക്കാരുടെ മുന്നിലൂടെ അബിയെ വിലങ്ങുവെച്ച് നന്ദു കൊണ്ടുപോയി. അവസാനം നാഗേന്ദ്രനും ഡേവിഡും ചേർന്ന് നന്ദുവിനെതിരെ ഗൂഢാലോചന നടത്തി. നന്ദുവിനെ ജോലിയിൽ നിന്നും തെറിപ്പിക്കണമെന്നും അനിയെ വശത്താക്കണമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യാണ്. അബിയെ വിലങ്ങുവെച്ച് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. നവ്യ ദൂരെ മാറി നിന്ന് ആ ഒരു കാഴ്ച കണ്ടു. ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നിയെങ്കിലും തൻ്റെ കുടുംബജീവിതം ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു എന്ന ബോധം അവളെ വേട്ടയാടി. നന്ദു സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയപ്പോൾ നവ്യ നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ജലജയും ദേവയാനിയും ആ ഒരു വാർത്ത അറിഞ്ഞ് ആകെ തകർന്നു നിൽക്കുമായിരുന്നു. നീയാണോ നവ്യ ഇതിന് പിന്നിൽ? നിന്റെ ഭർത്താവിനെ നീ തന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജലജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവ്യയുടെ നേരെ തിരിഞ്ഞു. നവ്യ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പ്രതികരിക്കാൻ നിൽക്കാതെ അവൾ കുഞ്ഞിനെ എടുത്തു നേരെ മുകളിലേക്ക് പോയി. രാത്രിയായപ്പോൾ നാഗേന്ദ്രന്റെ ആളുകൾ നന്ദുവിനെ ഒതുക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. അബിയെ ജാമ്യത്തിലിറക്കാൻ ഡേവിഡ് വലിയ വക്കീലന്മാരെ വിളിച്ചു. എന്നാൽ നന്ദു തന്റെ റിപ്പോർട്ടിൽ പഴുതുകൾ അടച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഇതിനിടയിൽ അനിയെ സ്വാധീനിക്കാൻ അവന്തിക ശ്രമം നടത്തി തുടങ്ങി. നന്ദു ഒരു കള്ളക്കേസുണ്ടാക്കി അബിയെ കുടുക്കിയതാണെന്ന് അനിയെ വിശ്വസിപ്പിക്കുകയായിരുന്നു അവളുടെ ശ്രമം. നവ്യ അബിയെ ജയിലിൽ പോയി കണ്ടു. തന്നെ സന്ദർശിക്കാൻ വന്ന അബിയെ കണ്ടതും അബി രോഷാകുലനായി. നീയൊക്കെയാണ് ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം നവ്യേ. ഞാൻ പുറത്തു വരും, അന്ന് നിന്റെ കഥ ഞാൻ തീർക്കും. അബിയുടെ ഭീഷണി കേട്ട് നവ്യ ഒന്ന് പുഞ്ചിരിച്ചു. നീ പുറത്തു വരുമായിരിക്കും അബി, പക്ഷേ പഴയ ആഡംബരങ്ങളോടെയല്ല. നീ അനാഥനാക്കിയ ആ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന് മറുപടി നീ പറഞ്ഞിട്ടേ നിനക്കിനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നവ്യ ജയിലിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ നന്ദു അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സഹോദരിമാർ തമ്മിൽ ആ കണ്ണുകൾ കോർത്തപ്പോൾ അവർക്കിടയിൽ മൗനമായിരുന്നു വാഗ്ദാനം ഉണ്ടായിരുന്നത്. സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോരാട്ടം അവിടെ അവസാനിക്കില്ല എന്ന്. അടുത്ത ദിവസം കോടതിയിൽ അബിയുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വെച്ചു. അപ്രതീക്ഷിതമായി നവ്യ അവിടെ സാക്ഷിക്കൂട്ടിൽ കയറി. തൻ്റെ ഭർത്താവിനെതിരെ നവ്യ മൊഴി നൽകുന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അബിയുടെ പഴയ ഫോണിലെ ചില രേഖകളും നവ്യ കോടതിയിൽ ഹാജരാക്കി. നാഗേന്ദ്രനും ഡേവിഡൊക്കെ ആകെ പകച്ചുപോയി. സ്വന്തം ഭാര്യ തന്നെ ചതിയുടെ തെളിവുകൾ നിരത്തിയതോടുകൂടി തന്നെ അബിയുടെ പുറത്തേക്കുള്ള വഴി എന്നേക്കുമായി അടഞ്ഞു. കളി തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് നവ്യ ദൃഢമായി തന്നെ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. നവ്യയുടെ ഈ ഒരു നീക്കം വലിയൊരു കൊടുങ്കാറ്റായി മാറുമോ? നന്ദുവിനെതിരെ നാഗേന്ദ്രനെ ഒരുക്കുന്ന കണി എന്തായിരിക്കുമെന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാട്ടോ. നവ്യയുടെ ഈ ഒരു തീരുമാനം ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.